ഞാനും ഈ പ്രകൃതിയുടെ ഭാഗമാണ്. കുട്ടികൾക്ക് നൽകേണ്ട ഏറ്റവും വലിയ ബോധം ഞാനും ഈ പ്രകൃതിയുടെ ഭാഗമാണ് എന്നതാണ്. വളരെ ലളിതമായ ഒരു വാക്ക്, പക്ഷേ വളരെയേറെ ആഴമുള്ള ഒരു തിരിച്ചറിവാണ്. ഒരു കുട്ടിക്ക് ഞാനും ഈ പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാകുന്ന നിമിഷം മുതൽ അവന്റെ ചിന്തയും അവന്റെ ജീവിതവും മാറാൻ തുടങ്ങും. കാരണം മനുഷ്യൻ പ്രകൃതിക്ക് മുകളിൽ നിൽക്കുന്നവനല്ല, പ്രകൃതിയിൽ നിന്ന് വേറിട്ട ഒരാളല്ല. പ്രകൃതിയോട് ചേർന്ന് ജീവിക്കേണ്ട ഒരു ഭാഗമാണ് മനുഷ്യൻ. ഈ ബോധം കുട്ടികളിൽ വളർന്നാൽ അവർ മരങ്ങളെ വെറും വസ്തുവായി കാണില്ല, മൃഗങ്ങളെ ഭയക്കേണ്ടവരായി കാണില്ല, വെള്ളത്തെയും മണ്ണിനെയും അവഗണിക്കില്ല. അവർ എല്ലാം എന്നോട് ബന്ധമുള്ളത് എന്ന് കാണാൻ തുടങ്ങും. അവിടെ നിന്നാണ് കെയർ ജനിക്കുന്നത്, റെസ്പെക്റ്റ് ജനിക്കുന്നത്, കൈൻഡ്നസ് വളരുന്നത്. മക്കൾക്ക് നാം കൊടുക്കേണ്ടത് പുസ്തകജ്ഞാനം മാത്രമല്ല, അതിലുപരി ഒരു ജീവിതബോധമാണ്. നീ ഈ ഭൂമിയുടെ ഭാഗമാണ്. നിന്റെ ഓരോ ചിന്തയും നിന്റെ ഓരോ പ്രവൃത്തിയും ഈ ലോകത്തെ സ്വാധീനിക്കുന്നു. പ്രകൃതിയുടെ സൃഷ്ടിപ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഒരമ്മയ്ക്ക് പറയാൻ സാധിച്ചാൽ, ഒരച്ഛന് പ്രകൃതിയെ കാണിച്ച് ഇങ്ങനെ പറയാനായാൽ, നിങ്ങളുടെ കുട്ടി ലോകത്തെവിടെയും വിജയിച്ചിരിക്കും. യാതൊരു സംശയവും വേണ്ട. കുട്ടിയുടെ ഉള്ളിലാണ് ഈ ബോധം ജനിക്കേണ്ടത്. ഒരു കുട്ടിയുടെ ഉള്ളിൽ വേരുറച്ചാൽ അവൻ പിന്നെ പ്രകൃതിയെ നശിപ്പിക്കില്ല, മറ്റുള്ളവരെ വേദനിപ്പിക്കില്ല. അവൻ നന്ദിയുള്ളവനാവുമ്പോൾ സ്വയം വേദനിക്കില്ല, സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കൃത്യമായ തീരുമാനങ്ങളിലൂടെ മുന്നോട്ടു ജീവിക്കുവാൻ തുടങ്ങും. എന്നാൽ അതിലുപരി അവൻ സ്വയം തിരിച്ചറിയുകയാണ്. അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. കോൺഷ്യസ് പേരന്റിംഗ് എന്നത് കുട്ടിയുടെ മാർക്ക് മാത്രം നോക്കുന്നതല്ല. അവന്റെ മൈൻഡ്ഫുൾനെസ്, അവന്റെ കൈൻഡ്നസ്, അവന് പ്രകൃതിയോടുള്ള കണക്ഷൻ, ഇവയെ വളർത്തുന്നതാണ് യഥാർത്ഥ ബോധപൂർവമുള്ള പേരന്റിംഗ്. നമ്മൾ കുട്ടിയോട് പറയേണ്ട ഒരേ ഒരു വാക്കിതാണ്, മകനെ, മകളെ, ഈ ലോകം നിനക്ക് ഉപയോഗിക്കുവാനുള്ള വസ്തുവല്ല, നീയും കൂടി ചേർന്ന് സംരക്ഷിക്കേണ്ട നിന്റെ കുടുംബമാണ്. ഈ ഒരു വാക്ക് ഒരു കുട്ടിയുടെ മനസ്സിൽ നട്ടുവെച്ചാൽ അവൻ വളരുന്നത് ഒരു വിജയിയായ വ്യക്തിയായി മാത്രമായിരിക്കില്ല, ഒരു ഉത്തരവാദിത്തമുള്ള മനുഷ്യനായിട്ടാണ്. യഥാർത്ഥ മൂല്യബോധം ഇങ്ങനെയാണ് നമ്മൾ പരിശീലിപ്പിക്കേണ്ടത്. നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ കുട്ടികളെ എന്താണ് പരിശീലിപ്പിക്കുന്നത്. ഇന്ന് നമുക്ക് നന്ദി പറയാം. പ്രകൃതിയുടെ ഭാഗമായിട്ട് ഇവിടെ ജനിക്കാനായതിൽ നന്ദി. എൻ്റെ പൂർവികർക്ക് നന്ദി, എൻ്റെ അച്ഛനമ്മമാർക്ക് നന്ദി, പ്രകൃതിക്ക് നന്ദി, മണ്ണിന് നന്ദി, പുല്ലിനും പൂക്കൾക്കും നന്ദി, ചുറ്റും കാണുന്ന ഓരോ കാഴ്ചകൾക്കും നന്ദി, വെള്ളത്തിന് നന്ദി, അഗ്നിക്ക് നന്ദി, വായുവിന് നന്ദി, ആകാശത്തിന് നന്ദി. അങ്ങനെ ഇവിടുള്ള ഓരോന്നിനും നന്ദി പറയാനായി നമ്മൾ പരിശീലിക്കുമ്പോൾ നമ്മുടെ മക്കളും പരിശീലിക്കുന്നത് നമ്മളെ കണ്ടിട്ടാണ്. അതുകൊണ്ട് പ്രകൃതിയുടെ ഭാഗമല്ലാതെ നമ്മൾ ഇവിടെ വളരേണ്ടതില്ല. നമ്മൾ പ്രകൃതി തന്നെയാണ്. ഈ ഒരു ബോധം നമുക്ക് കുഞ്ഞുങ്ങളിലേക്ക് ഇന്ന് തന്നെ എത്തിക്കേണ്ടതുണ്ട്. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു.